കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് LDF മീറ്റിംഗിലേക്ക് പോയിരിക്കുകയാണ്. ഇവർ ഉറച്ചു നിൽക്കുമോ? പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെ മറുപടി പറയാനാണ്? ഞങ്ങൾ നാളെ എന്ത് ചെയ്യും എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയുമോ? പറഞ്ഞാൽ അവരുടെ ആ ഒരു ശ്രമങ്ങളെ തടയിടുകയില്ലേ? ജോസ് കെ മാണി പറഞ്ഞത് അവസാന വാക്കല്ല. ഇതിൻ്റെ പിന്നിൽ കുറേ അന്തർനാടകങ്ങളുണ്ട്. ഇനിയും നാടകങ്ങളുടെ പല റീലുകളും നമ്മൾ കാണാനിരിക്കുകയാണ്. സിനിമയിലല്ല, നാടകത്തിലും റീലുണ്ടോ എന്ന് ചോദിക്കും. അതെ, ഇത് റീൽസ് ആയിട്ടാണ് ഇപ്പോൾ കാര്യം നടക്കുന്നത്. ശരിക്കും റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയൊക്കെ പേടിച്ചിട്ടാണോ ജോസ് കെ മാണി ഇപ്പോൾ പെട്ടെന്നൊരു നിലപാടിലേക്ക് എത്താത്തത്? അത് നിസ്സംശയമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അതായത് കേരള കോൺഗ്രസിനെ ഇപ്പം മുന്നിൽ നിന്ന് നയിക്കുന്നത് ജോസ് കെ മാണിയാണ്, നമുക്കറിയാം. എന്നാൽ ജോസ് കെ മാണിയേക്കാൾ വലിയൊരു രാഷ്ട്രീയ പോപ്പുലാരിറ്റി ഇപ്പോൾ റോഷിക്ക് വരുന്നത് അതിനുള്ളൊരു സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളത് കാഞ്ഞ ബുദ്ധിയുള്ള മാണി സാറിൻ്റെ മകനായ കെ മാണി, എല്ലാവരും ഇപ്പോൾ പണ്ടേ വിളിക്കുന്നൊരു പേരാണല്ലോ മാണി സാർ. അപ്പോൾ അപ്പോൾ കെ മാണിയുടെ പുത്രനായ ഇദ്ദേഹത്തിന് ഈ ബുദ്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നോക്കേണ്ടത് ഈ വീണ്ടും പിളർക്കാതെ പാർട്ടിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പിളരും തോറും വളരും. അല്ല, അങ്ങനെ വളരുകയില്ല. ഇതിപ്പോ പിളർന്നാൽ ഇത് വളരുകയില്ല. ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ LDFിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പിളർന്നു പോയാൽ അവർക്ക് LDFിൽ വലിയ സാധ്യതകൾ ഉണ്ടാകില്ല. കോൺഗ്രസിൽ നിൽക്കുന്ന അവശിഷ്ട ജോസ് കെ മാണിയുടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ദുർബലമാകും. അപ്പോൾ ഇതിൽ പാർട്ടിയെ മൊത്തത്തിൽ നയിക്കുക, ശക്തമായിട്ട് നയിക്കുക, അതിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുക, തൻ്റെ കൂടെ അണികൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ ഭരണം മാറാൻ പോകുന്നു, ഒരു പക്ഷേ UDF അധികാരത്തിൽ എത്തുമെന്നുള്ള ഒരു കണക്കൂട്ടലാണോ ഇവരെ ഇങ്ങനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്? അല്ല, കണക്കൂട്ടലുകൾ എന്ന് പറഞ്ഞില്ലേ, ആ സാധനം ജോസ് കെ മാണിക്ക് വളരെ സുവ്യക്തമായിട്ടുണ്ട്. അദ്ദേഹം LDFിലാണോ എന്നല്ലേ ചോദ്യം. LDFിൽ നിൽക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഉറപ്പിച്ചു പറയാം, അദ്ദേഹം UDFിൽ എത്തും. അദ്ദേഹം UDFിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ഇരു മുന്നണികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് LDFിന് അടുത്ത തവണ ജയിക്കണമെങ്കിൽ മിനിമം മുസ്ലിം ലീഗിൻ്റെയും കൂടെ പിന്തുണ വേണം. മുസ്ലിം ലീഗുടെ ഘടകകക്ഷിയായിട്ട് ആരുടെ കൂടെ വരണം? LDFിൻ്റെ കൂടെ വരണം. അല്ലാതെ LDF ജയിക്കണമെങ്കിൽ പിന്നെ കേരളത്തിൽ BJP വിചാരിക്കണം. BJP LDFിനെ വിജയിപ്പിക്കണം. അതായത് കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടി അങ്ങനെ BJP ഒരു രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുമോ? സാധ്യത കുറവാണ്. പക്ഷേ ചില ചർച്ചകളിൽ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു തവണ കൂടെ LDF അധികാരത്തിലെത്തിയാൽ പിന്നീട് ഈ പാർട്ടി ഉണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് BJPയുടെ ആഗ്രഹമാണ്, കോൺഗ്രസിന്റെ ആഗ്രഹമല്ല. കാരണം BJPക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നഷ്ടപ്പെടാനൊന്നുമില്ല, എന്തെങ്കിലും നേടാനേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചോ അങ്ങനെയല്ല. ഈ ടൈം കൂടെ അവരില്ല എങ്കിൽ അവരും തീർന്ന്, CPM-ഉം തീർന്ന്. ഇത് BJPയുടെ തന്ത്രമാണെന്ന് അറിയാവുന്ന അത് സാധ്യതയുള്ള കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു സാധ്യതയിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലുള്ള പരാജയം കാണാനിരിക്കുന്ന BJPക്ക് അനുകൂലമായിട്ട് ഏതായാലും UDF ചിന്തിക്കുകയില്ല. ഒരു തവണ കൂടെ LDF കയറിയാൽ ഇനി അത് തീരുമെന്നുള്ളതല്ല. പിന്നീട് വരുന്ന ഇലക്ഷനിൽ മത്സരം ഭരണത്തിലിരിക്കുന്ന LDFും പ്രതിപക്ഷമായ NDAയും തമ്മിലായിരിക്കും. UDF ചിത്രത്തിൽ ഉണ്ടാകുകയില്ല. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചരിത്രം അതാണ്. ആ ചരിത്രം ആവർത്തിച്ചാൽ തങ്ങൾക്ക് നഷ്ടമാകും എന്നതുകൊണ്ട് ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് 2 തവണ കയറിയ പിണറായി വിജയൻ മൂന്നാമത്തെ തവണയും കയറിയാലോ, അതായത് ഇപ്പോഴത്തെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ മാർജിനിലൊന്നും അല്ല UDFിന്റെ വിജയം എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോ നിയമസഭാ മണ്ഡലങ്ങൾ വേർതിരിച്ച് നോക്കുമ്പോൾ LDFിന്റെ വോട്ട് കൂടിയെന്നാണ് കണക്ക്. ആണ്, അത് ഗോവിന്ദൻ പറയുകയുണ്ടായി. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ LDFിന്റെ ശരിയായ രീതിയിൽ മെഷീനറി പ്രവർത്തിച്ച് എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ വന്ന് ആൾക്കാരെ കയ്യിലെടുത്താൽ UDFിന്റെ അവസ്ഥ തുലാസിലാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ്, അതായത് 100% ഉറപ്പ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ ഈ മാണി കോൺഗ്രസിന്റെ പുറകെ ഇത്ര നാളും ഈ UDF നടന്നത്. എന്നാൽ മാണി കോൺഗ്രസിന്റെ പുറകെ നടക്കും തോറും രണ്ട് മുന്നണിയിലും മാണി കോൺഗ്രസിന്റെ അപ്രമാദിത്വം അല്ലെങ്കിൽ അനുപേക്ഷണീയമാണ് ഞങ്ങൾ എന്നൊരു സാധ്യത വരുമ്പോൾ അവരുടെ വിലപേശൽ സാധ്യതയാണ് കൂടുന്നത്. ഇപ്പൊ ജോസ് കെ മാണി പറഞ്ഞല്ലോ, ഞങ്ങൾ എവിടെയാണോ അവിടെയാണ് ഭരണമെന്ന്. ആ സാധ്യത എങ്ങനെ ആരുണ്ടാക്കി കൊടുത്തു? ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നോ അവിടെ ഭരണം ഉണ്ടാകുമെന്ന് പറയണമെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ വാക്കിന്റെ പിന്നിൽ ഒരു ദുരർത്ഥമുണ്ട്. അത് LDFിനോട് കൂടിയാണ് പറയുന്നത്. ഞങ്ങൾ എവിടെയുണ്ടോ
അവിടെയാണ് ഭരണം. ഞങ്ങൾക്ക് LDF തുടരണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ തയ്യാറാകണമെന്ന ധ്വനിയോ അല്ലെങ്കിൽ വരികൾക്ക് അപ്പുറമുള്ള വാക്കുകളോ അതിലുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ UDF സംബന്ധിച്ചിടത്തോളം അവിടെയും ഇത് തന്നെയാണ്. ഞങ്ങൾ എവിടെയുണ്ട് അവിടെ ഭരണമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ വേണോ? ഞങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട് സുഹൃത്തെ, ഇത്ര സീറ്റ് അധികം വേണ്ടി വരും. ഇത് പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് സാധാരണഗതിയിൽ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെയല്ല നടത്തേണ്ടിയിരുന്നത്. ഇത് കോൺഗ്രസിന്റെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ പക്വതയില്ലായ്മയാണ്. അല്ലെങ്കിൽ കരുണാകരന്റെ കാലത്താണെങ്കിൽ ഇങ്ങനെ നടക്കുമോ? കരുണാകരനുള്ള കാലത്താണെങ്കിൽ മാണി കോൺഗ്രസ് പോവുക പോലുമില്ല. അത് അതിഗംഭീരമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതിനെ വിട്ടുകൊടുത്തില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവർക്ക് ഒരാളെ, ഇപ്പൊ ശശി തരൂരിന്റെ കാര്യത്തിൽ അറിയാമല്ലോ, ഒരാളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇനി ഈ ഇദ്ദേഹത്തിന്റെ സാധ്യതയിൽ ലീഗ് ഇടപെട്ടത് അറിയാമല്ലോ. ലീഗ് ഇടപെട്ടു എന്ന് പറയുമ്പോൾ UDF കോൺഗ്രസ് എത്ര ദുർബലമാണെന്നാണ് അത് കാണിക്കുന്നത്. അതായത് ലീഗ് ഇടപെട്ട് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ പാർട്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ പ്രാധാന്യം, മാണി കോൺഗ്രസിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് ഈ ഇത്രയും വാചകങ്ങൾ കൊണ്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം. മധ്യ കേരളത്തിൽ അവരൊരു ശക്തി തന്നെയാണെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ കഴിഞ്ഞ തവണയൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ട് മറിക്കലും പാരവെപ്പുകളും കീഴിക്കൂടുള്ള വാരലുകളും വന്നാണ് പലരും തോറ്റുപോയത്. അപ്പോൾ ഇനി മാണി കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് മാറില്ലേ? മാണി കോൺഗ്രസിന്റെ നിലപാട് ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ചാണ്. അതായത് മാണി കോൺഗ്രസ് പിളരാതെ നിൽക്കുമെങ്കിൽ, ശ്രദ്ധിക്കണം, മാണി കോൺഗ്രസ്സിൽ സ്പ്ലിറ്റ് ഉണ്ടാകുകയില്ല എന്നൊരു ഫോർമുലയിലേക്ക് UDF ചർച്ച ചെയ്ത് റോഷി ഉൾപ്പെടെയുള്ള ഇടഞ്ഞു നിൽക്കുന്ന അംഗങ്ങളെ എല്ലാവരെയും ഒറ്റക്കെട്ടാക്കി നിന്നാൽ ഒരു സംശയം വേണ്ട, മാണി കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത 90%, LDF നിൽക്കാനുള്ള സാധ്യത വെറും 10%ആയിട്ടും കുറയും. കാരണം മാണിക്ക് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം അടുത്ത ഭരണം കിട്ടുവാനുള്ള സാധ്യത പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തുലവും തുച്ഛമാണെന്നറിയാം. എന്നാൽ ഇവിടെ ആ സാധ്യത ഉണ്ടെന്നറിയാം. അപ്പൊ ഭരണത്തിലേക്ക് അടുത്ത വർഷവും, അതായത് അടുത്ത 5 വർഷവും ഭരണത്തിലേക്ക് കയറുവാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആ പാർട്ടി നഷ്ടപ്പെടുത്തുകയില്ല. കേരള ചരിത്രം നോക്കിയാൽ അറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഉടനെ പെട്ടെന്നൊരു ദിവസം നമുക്ക് കേൾക്കാൻ കഴിയുമോ മാണി കോൺഗ്രസ് LDF? ഒരു സംശയം വേണ്ട, മാണി കോൺഗ്രസ് LDF വിടും. അതിനുള്ള കരുത്ത് കൊടുക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കേരള രാഷ്ട്രീയം ഇപ്പോൾ മാണി കോൺഗ്രസ്, അതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള മുസ്ലിം ലീഗിനെ ആരും ചർച്ചയിൽ കാണുന്നില്ല. മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെ ഉറപ്പായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ചർച്ചയില്ല. അതുകൊണ്ട് അവരുടെ ഡിമാൻഡിന് വലിയ, പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഡിമാൻഡുകൾ ഇനി വരും. അതായത് കേരള കോൺഗ്രസിന്റെ UDF കേരള കോൺഗ്രസ് ജോസ് കെ മാണി വന്നില്ല എങ്കിൽ ലീഗിന്റെ കോൺഗ്രസിനോടുള്ള വിലപേശൽ ശ്രമത്തിന്റെ ആക്കവും പരപ്പും ഡിമാൻഡും വളരെയധികം വർദ്ധിക്കും. ഇതിനു മുമ്പ് 5ാം മന്ത്രി എന്ന് പറഞ്ഞ് തർക്കമെടുത്ത ഒരു കാലഘട്ടമുണ്ട്. അതിനപ്പുറത്തേക്കും പോകും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഒരു പക്ഷേ കോൺഗ്രസിനെയും കടന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇത് ആര് ഭരിക്കണം, ആര് നിയന്ത്രിക്കണം. UDF അധികാരത്തിൽ വന്നാൽ വളരെ വലിയ ചർച്ചകളും പ്രശ്നങ്ങളും വിവാദങ്ങളും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു, ഇവര് ഇപ്പോൾ UDF ജോസ് കെ മാണിയും മുസ്ലിം ലീഗും കൂടെ ഉള്ളൊരു UDF ആണെങ്കിൽ പോലും എല്ലാം നേടിയെടുക്കുന്ന കോൺഗ്രസിന്റെ വിട്ടുവീഴ്ചയിൽ നിന്ന് ഈ 2 മുന്നണികളായിരിക്കും. ഒരു തർക്കവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.